ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് മൊഴിഞ്ഞ 7 മൊഴികളിൽ അവസാനത്തെ മൊഴിയും ഒരു പ്രാർത്ഥനയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. യൂഗൻ മോൾട്ട്മാൻ എന്ന ഒരു ജർമ്മൻ ചിന്തകൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി: ക്രോസ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദി വിൽ ഓഫ് ഗോഡ് ടു ഗിവ് അപ്പ് ദി സൺ ആൻഡ് ദ വിൽ ഓഫ് സൺ ടു ഗിവ് അപ്പ് ഹിംസെൽഫ്. സ്വന്തം പുത്രനെ നൽകിയ പിതാവിൻ്റെ ഹിതവും സ്വയം ശൂന്യമാക്കിയ പുത്രൻ്റെ ഹിതവും സന്ധിച്ച സ്ഥലമാണ് കുരിശ്. അങ്ങനെയാണെങ്കിൽ പരിത്യാഗത്തിൻ്റെയും സ്വയവർജനത്തിൻ്റെയും സ്നേഹം ക്രൂസിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മെ തേടി വരുന്നു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ സമർപ്പിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊരു മനുഷ്യനും ഭയപ്പെടുന്ന ഒരു വാക്കാണ് ഡിപ്പാർച്ചർ. അരങ്ങ് വിടുമ്പോൾ ഉണരുന്ന ദുഃഖം കനീഭവിച്ചു വല്ലാത്ത വികാരമായി ഉള്ളിൽ അവശേഷിക്കും. ഈ ദുഃഖത്തെ ആയാസരഹിതമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിൻ്റെ കരങ്ങളിൽ സകലതും സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പച്ചനായ ശിമിയോൻ യേശുക്കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞു: ഇപ്പോൾ നാഥ, സമാധാനത്തോടെ എന്നെ പറഞ്ഞയക്കണമേ, നീ ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. എത്ര സുന്ദരമായിട്ടാണ് ആ പിതാവ് കളം വിടാൻ ആഗ്രഹിക്കുന്നത്. കാണേണ്ടതെല്ലാം കണ്ടു, നിത്യരക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ നന്മകളെല്ലാം കണ്ടു. ഇനി സമാധാനത്തോടെ മടക്കം എന്നുള്ളതാണ്. മരണം, ആ നിമിഷം അർത്ഥപൂർണവും സുന്ദരവുമാക്കാനാണ് ഒരു ജീവിതം മുഴുവനും നമ്മൾ ആയാസപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു ചിന്തകൻ പറഞ്ഞത്: ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ പ്രിപ്പറേഷൻ ഫോർ ഡെത്ത്. മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമല്ലാതെ മറ്റെന്താണ് ജീവിതം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശു കർത്താവ് ഈ മരണമുഖത്തിൽ പ്രാർത്ഥിക്കുന്നു: പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഈ ഒരു നിമിഷത്തിൽ ഇത്ര ഗഹനമായി മാറിയത്? എത്തേണ്ട ഇടങ്ങളെക്കുറിച്ച് വ്യക്തമായ സ്വപ്നങ്ങളും ദർശനങ്ങളും കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് ക്രിസ്തു. ക്രിസ്തുവിന് വളരെ ചെറുപ്പം മുതലേ എത്തേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണം, 12-ാമത്തെ വയസ്സിൽ കർത്താവ് ദൈവാലയത്തിൽ പോകുന്നു. ഉപദേഷ്ടാക്കന്മാരുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. അമ്മ മറിയവും യോസേപ്പും തിരിച്ചു വരുന്നു. മകനെ കാണുന്നില്ല. തിരിച്ച് മകനെ കണ്ടെത്തുന്നു. ആ സമയത്ത്, മകനെ, എന്താണ് നീ ഞങ്ങളെ വിഷമപ്പെടുത്തിയത്? കർത്താവ് ഉടനെ പ്രതികരിച്ചു: ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കേണ്ടവനാണല്ലോ. ഓക്കെ, ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എറ്റേണൽ മൊമെൻറ്റ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന് ഈ വിടവാങ്ങൽ സമാധാനത്തിൻ്റെ ഒരു വിടവാങ്ങലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രാർത്ഥന നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇന്നും നാളെയും തമ്മിൽ വ്യക്തമായൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇന്നും നാളെയും തമ്മിൽ വ്യക്തമായൊരു ബന്ധമുണ്ട്. ഭാവിയിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. ഈ ഭൂമിയിലൂടെ നടന്ന് 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 അഭൗമികമായ മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടേണ്ടവർ. അതുകൊണ്ട് തന്നെ ഏതോ ദീർഘതയുടെ ഒരു അല്പമായ നിമിഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലും വിചാരങ്ങളിലുമാണ് എൻ്റെ ഇന്നിനെ ഞാൻ ചിട്ടപ്പെടുത്തേണ്ടത്. കാര്യം ഇന്നും നാളെയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ഒരു ബോധ്യമുള്ള എല്ലാവർക്കും ഡിപ്പാർച്ചർ സമാധാനപൂർണമായിരിക്കും. ഇന്നിലാണ് എല്ലാം, ഇവിടെയാണ് എല്ലാം, ഇവിടെ അവസാനിക്കുന്നതാണ് എന്തും എന്ന് ചിന്തിക്കുന്നവർക്ക് ഡിപ്പാർച്ചർ, കളം വിടുക എന്നത് ഏറ്റവും അസ്വസ്ഥ ജടിലമായ ഒന്നായിരിക്കും. എന്നാൽ നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഉള്ളവർക്ക് ഡിപ്പാർച്ചർ സമാധാനപൂർണമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ഡിപ്പാർച്ചർ സമാധാനപൂർണമാണ്. കാര്യം ക്രിസ്തുവിന്
നാളെയെക്കുറിച്ച് സുവ്യക്തമായ സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. മടക്കം നാം എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒന്നാണ്. അതൊരു തരം ഗ്രഹാതുരത്വം കൂടെയാണ്. ഉദാഹരണം, ഒരു വിനോദയാത്ര പോകുന്ന സംഘത്തെ ഒന്ന് സങ്കല്പിക്കുക. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ഒരു വാഹനത്തിൽ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ അതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുപാട് ആസ്വദിക്കും, ഒരുപാട് ചിരിക്കും, ഒരുപാട് ആനന്ദിക്കും, കൂട്ടായ്മയുടെ നന്മയും നിറവും അനുഭവിക്കും. പക്ഷേ എത്ര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയ ഒരു വിനോദയാത്രയിലാണ് നമ്മളെങ്കിലും തിരിച്ചു മടങ്ങി ഭവനത്തിൽ വരുമ്പോഴാണ് ആ യാത്ര പൂർണ്ണമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മടങ്ങി നമ്മുടെ ഭവനത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ഈ ജീവിതയാത്ര പൂർണ്ണമാകുന്നത്. യേശുവിനതറിയാം. അതുകൊണ്ട് മടങ്ങി പിതാവിൻ്റെ അടുക്കൽ പോകുമ്പോഴാണ് ആ യാത്ര പൂർണ്ണമാകുന്നത്, ആ ദൗത്യം പൂർണ്ണമാകുന്നത്. മടങ്ങിയേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു മടക്കമുണ്ട്. നേപ്പാളിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങളിൽ നിന്ന് അവിടെ നിന്ന് അഭയാർത്ഥിയായി ഒരു സ്ത്രീ ഡൽഹിയിലേക്ക് വന്നു. ആ സമയത്ത് അവൾ പൂർണ്ണ ഗർഭിണിയാണ്. അവിടെ വെച്ച് അവളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. പക്ഷെ അസ്വസ്ഥമായൊരു സാഹചര്യത്തിൽ ആ അമ്മ മരണത്തോട് മല്ലിടുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവളുടെ കുഞ്ഞിനൊരു പേരിട്ടു. ആ പേര് വാപ്പസി എന്നായിരുന്നു. മടക്കം എന്നാണ്. അതുകൊണ്ട് ഉറവുകളിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊള്ളുന്നവരാണ് എല്ലാം. ഈ പ്രകൃതിയിൽ നിന്നും ഉറവുകളിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊള്ളുക, അതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. സഭാപ്രസംഗി 12-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഒരു വചനം എങ്ങനെയുണ്ട്? ഉറവിങ്കലെ കുടമുടയും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു കുടം നിറയെ ജലം, അതൊരു ഉറവയുടെ അടുത്ത് പോകുന്നു. ആ കുടമുടങ്ങ് ആ കുടത്തിലെ വെള്ളം ആ ഉറവയിലേക്ക് വീണാൽ പിന്നെ അവിടെ എന്താണ്? അവിടെ ജലമല്ല, പിന്നെ ഉറവ മാത്രമേ ഉള്ളൂ. കുടമുടങ്ങ് ജലം അതിൻ്റെ ഉറവിടമായ അരുവിയിലേക്ക് തിരികെ പോകുന്നു. കുടം മുടങ്ങില്ലെങ്കിൽ അത് കേവലം കുടത്തിൻ്റെ അകത്ത് മാത്രമിരിക്കുന്ന ജലമാണ്. എന്നാൽ കുടമുടങ്ങി അരുവിയിലേക്ക് വീണാൽ പിന്നെ ജലമില്ല, പിന്നെ അരുവിയാണ്. ഈ അരുവി സമുദ്രത്തിൽ പോയാലോ പിന്നെ അരുവിയില്ല, പിന്നെ സമുദ്രമാണ്. വിശാലതയാണ്. യേശുവിന് അതറിയാം. അതുകൊണ്ട് കർത്താവ് സധൈര്യം തന്നെ ധൈര്യസമേതം ഈ മടക്കയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി യേശു കർത്താവ് മടങ്ങുമ്പോഴോ നിശ്ചയമായും ക്രിസ്തു സംതൃപ്തിയോടുകൂടിയാണ് മടങ്ങുന്നത്. ONV കുറുപ്പ് ഒരിക്കൽ തൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ലോകമാകുന്ന വാടക വീട് വിട്ട് ഞാൻ മടങ്ങുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഒരു അംശത്തെ ഞാൻ ഇവിടെ നിക്ഷേപിക്കുന്നു. അതാണ് എൻ്റെ കവിത. ഈ ലോകമാകുന്ന വാടക വീട് വിട്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഒരു അംശത്തെ ഞാൻ ഈ ഭൂമിയിൽ നിക്ഷേപിക്കുന്നു. അതാണ് എൻ്റെ കവിത. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു, നിത്യരക്ഷയുടെ സാധ്യതകൾ തുറന്നു, എന്നിട്ട് പിതാവിങ്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഈ ലോകത്തിൽ അവിടുന്ന് തൻ്റെ മനസ്സിനെ, തൻ്റെ ഹൃദയത്തെ ഇവിടെ നിക്ഷേപിച്ചു. അതാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിത്യജീവൻ്റെ അവകാശം നമുക്ക് തന്നു. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അതാണ് നമ്മൾ ക്രിസ്തുവിലൂടെ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില ജീവിതങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: അവർ ബയോളജിക്കലി ലിവിങ് ബട്ട് ബയോഗ്രഫിക്കലി ഡെഡ്. യേശുക്രിസ്തു ഇന്ന് ബയോളജിക്കലി നമ്മുടെ ഒപ്പമില്ല, പക്ഷേ ബയോഗ്രഫിക്കലി ഹീസ് ലിവിങ്. അവനെന്നും ജീവിക്കുന്നു, നമുക്കൊപ്പം ജീവിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് തന്ന അനുപമമായൊരു മാതൃക അതാണ്. ലോകമാകുന്ന വാടക വീട് വിട്ട് കർത്താവ് നിത്യസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭൂമിയിലുള്ള എല്ലാറ്റിൻ്റെയും ചലനം ഒരു ഡിസെൻഡിങ് സ്ലോപ്പിലാണ്. എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ നിന്ന് താഴോട്ടാണ്. ഭൂമിയിലുള്ള എല്ലാ മഴ ഉയരങ്ങളിൽ നിന്ന് താഴോട്ട്. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴോട്ട് വരും. ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും ചലനം അങ്ങനെയാണ്.
ഉയരങ്ങളിൽ നിന്ന് താഴോട്ടാണ് അതിൻ്റെ ചലനം. എന്നാൽ അഗ്നി അങ്ങനെയല്ല. അഗ്നിയുടെ ചലനം താഴെയെന്ന് മുകളിലോട്ടാണ്. അഗ്നി ചലിക്കുന്നത് താഴെയെന്ന് മുകളിലോട്ടാണ്. ഓക്കെ, ഏതൊരു ആത്മീക ഔന്നത്യത്തിൻ്റെയും ചലനം അതാണ്. താഴെയെന്ന് മുകളിലോട്ട്, താഴെയെന്ന് മുകളിലോട്ട്. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കുക, താഴെയുള്ളതല്ല. നമുക്ക് സ്വർഗീയ പൗരത്വമാണ്, ഉയരത്തിലുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ചലനം എപ്പോഴും താഴെയെന്ന് മുകളിലേക്ക്. പരിശുദ്ധാത്മ അഗ്നിയുള്ള എല്ലാവരുടെയും ചലനം താഴെയെന്ന് മുകളിലോട്ടാണ്. യേശുവിൻ്റെയും ഒരു ചലനം എങ്ങനെ? പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈകളിൽ സമർപ്പിക്കുന്നു. ആ ചലനം, ആ ദർശനം താഴെയെന്ന് ഉയരങ്ങളിലേക്കാണ്, ഉയരങ്ങളിലേക്കുള്ള ഒരു ചലനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ചലനം, ഒരു ആത്മീക ചലനം, താഴെയെന്ന് മുകളിലോട്ടുള്ള ഒരു ആത്മീക ചലനം നമുക്ക് സാധ്യമാകട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 31 വാസ്തവത്തിൽ കർത്താവ് ഉച്ചരിക്കുന്നത്. അത് വേദപഠിതാക്കൾ പറയുന്നത് എല്ലാ രാത്രികളിലും യഹൂദന്മാർ ഉറങ്ങുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും അത്രേ. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തിരുകരങ്ങൾ സമർപ്പിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ എന്ന് എല്ലാ യഹൂദന്മാരും പ്രാർത്ഥിക്കും അത്രേ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എത്ര ആയാസരഹിതമായിട്ടാണ് മരണത്തെ പുൽകുന്നത്. ഒരു ഉറക്കം പോലെ തൻ്റെ വേർപാടിനെ കാണാനുള്ള ഒരു ആത്മധൈര്യം ക്രിസ്തുവിനുണ്ടായിരുന്നു. അത് ക്രിസ്തുവിൽ നിഴലിച്ച നിത്യമായ പ്രത്യാശയുടെ ഒരു സൂചകമായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതു നൈരാശ്യത്തിൻ്റെ അനുഭവങ്ങളിലും ഈ ഒരു ദർശനം നമുക്ക് മുതൽക്കൂട്ടായി മാറട്ടെ. ആമേൻ.